അങ്ങനെ ഡൽഹി പ്രതിപക്ഷ നേതാവിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയവും സംശയത്തിൽ എത്തിയിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള ആം ആദ്മി പാർട്ടിയുടെ പ്രധാന നേതാക്കളെല്ലാം തോറ്റുപോയ ഒരു തെരഞ്ഞെടുപ്പിൽ ആകെ ജയിച്ചത് അതിഷി എന്ന മുൻ മുഖ്യമന്ത്രി മാത്രമാണ്. അതുകൊണ്ട് അവർ പ്രതിപക്ഷ നേതാവുമായി ഇപ്പോഴിതാ അവരുടെ തെരഞ്ഞെടുപ്പ് വിജയം തന്നെ സംശയത്തിലായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡൽഹി മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി MLA-യുമായ അതിഷിയുടെ തെരഞ്ഞെടുപ്പ് വിജയം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ദില്ലി ഹൈക്കോടതി. അതായത് കൽക്കാജി മണ്ഡലത്തിലെ വിജയം തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് കാണിച്ചുകൊണ്ട് നേടിയതാണെന്നും മുഖ്യമന്ത്രി പദം ദുരുപയോഗം ചെയ്തതാണെന്നും വ്യക്തമാക്കിക്കൊണ്ടുള്ള ഹർജിയിലാണ് അതിഷിക്കും ഡൽഹി പോലീസിനും അതുപോലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും നോട്ടീസ് അയച്ചിരിക്കുന്നത്. അതിഷിയുടെ തെരഞ്ഞെടുപ്പ് വിജയം അസാധുവാക്കണമെന്നാണ് ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. അത് പരിഗണിച്ചുകൊണ്ട് ജസ്റ്റിസ് ജ്യോതി സിംഗിൻ്റെ ബെഞ്ചാണിപ്പോൾ പ്രതിപക്ഷ നേതാവിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. കൽക്കാജിയിലെ വോട്ടർമാരായ കമൽജിത് സിംഗ് ദഗൽ അതുപോലെ ആയുഷ് റാണ എന്നിവർ ചേർന്ന് സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ നടപടി. ഹർജി ജൂലൈ 30 പരിഗണിക്കാൻ വേണ്ടി മാറ്റിയിരിക്കുന്നു. അന്ന് ആവശ്യമായ രേഖകളെല്ലാം ഹാജരാക്കണമെന്ന് കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പോലീസും തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJP പറഞ്ഞെടുത്ത് നിൽക്കുന്ന ഏജൻസികൾ അല്ലെങ്കിൽ അന്വേഷണ വിഭാഗങ്ങൾ എന്നുള്ളത് കൊണ്ട് അന്ന് വരേക്ക് അവർ എന്തെല്ലാം തെളിവുകൾ ശേഖരിക്കാൻ കഴിയും അതൊക്കെ ശേഖരിച്ച് കോടതിയിൽ ഹാജരാക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ്. മുഖ്യമന്ത്രിയുടെ അധികാരം ദുർവിനിയോഗം ചെയ്ത് അതിഷി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും അതുപോലെ ജനപ്രാതിനിധ്യ നിയമവും പച്ചയായി ലംഘിച്ചുവെന്നും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഔദ്യോഗിക വാഹനങ്ങൾ വരെ ഉപയോഗിച്ചുവെന്നും ഹർജിയിൽ പറയുകയാണ്. അതിൻ്റെയൊക്കെ വീഡിയോ ദൃശ്യങ്ങളുണ്ടെങ്കിൽ കോടതിക്ക് എളുപ്പം കണ്ടെത്താനും കഴിയും. പൊതുവിഭവങ്ങൾ ചൂഷണം ചെയ്തുവെന്നും തൻ്റെ തെരഞ്ഞെടുപ്പ് വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് സഹായം നേടിയെന്നും ഈ ഹർജിയിൽ പറയുന്നുണ്ട്. ഡൽഹി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന അതിഷിയുടെ കൂട്ടാളികൾ അവരുടെ നിർദ്ദേശപ്രകാരം വോട്ടുകൾ വാങ്ങിയെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നു. അതുപോലെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ബിദിരിയുടെ നിർദ്ദേശപ്രകാരം കൽക്കജിയിലെ ഗുണ്ടായിസം അരങ്ങേറുകയാണെന്നടക്കമുള്ള പ്രസ്താവനകൾ ഉൾപ്പെടുത്തിയ വ്യാജ വീഡിയോകൾ ഈ ആം ആദ്മി പ്രവർത്തകരും അതുപോലെ അതിഷിയുടെ സമ്മതത്തോടെ തന്നെ പ്രസിദ്ധീകരിച്ചുവെന്നും പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് അത് തിരിച്ചും വോട്ടർമാരെ സൗജന്യമായി കൊണ്ടുപോകാനായി ഔദ്യോഗിക വാഹനങ്ങൾ ഏർപ്പെടുത്തിയെന്നുമൊക്കെ ഹർജിയിൽ വ്യക്തമാക്കുകയാണ്. അതിഷിക്കെതിരെ രജിസ്റ്റർ ചെയ്ത ചില ക്രിമിനൽ കേസുകൾ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ആരോപണത്തിൽ വ്യക്തമാക്കുന്നത്. അത് വളരെ പെട്ടെന്ന് തെളിവ് കിട്ടാൻ സാധ്യതയുള്ള സംഭവമാണ്. അതേസമയം തങ്ങളെ ഹർജിയിൽ കക്ഷി ചേർക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഡൽഹി പോലീസിന്റെയും അഭിഭാഷകർ എതിർത്തു. എങ്കിൽ മറുപടി ഫയൽ ചെയ്യാൻ കോടതി അഭിഭാഷകരോട് ആവശ്യപ്പെടുകയും ചെയ്തു. വാദം കേൾക്കുമ്പോൾ ഇക്കാര്യം ചോദ്യം ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും കോടതി വ്യക്തമാക്കി. കൽക്കാജി മണ്ഡലത്തിൽ BJP നേതാവ് രമേശ് ബിദുരിയെ പരാജയപ്പെടുത്തിയാണ് അതിഷി അവിടെ MLA ആയത്. മുൻ മുഖ്യമന്ത്രിയും ആപ്പ് കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ, മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അടക്കമുള്ള പ്രമുഖ നേതാക്കളെല്ലാം പരാജയപ്പെട്ടപ്പോഴാണ് അതിഷി വിജയിച്ച് കയറിയത്. എങ്കിലും തെളിവുകൾ ഹാജരാക്കാൻ പറഞ്ഞ സ്ഥിതിക്ക് അത് ഹാജരാക്കിയാൽ ഒരുപക്ഷെ കോടതിയുടെ കൈകളിൽ നിന്നും അതിഷിക്ക് രക്ഷപ്പെടാനാകുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്.